ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡ്ഡിക്കാച്ചി ബീഫ് പോളയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ, അതേപോലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പൊ എന്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബിന്റെ ബട്ടണും കൂടെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പൊ വീഡിയോ കാണാം. ഇത് ഞാൻ കറിക്ക് ചിക്കൻ വരട്ടിന് ചിക്കൻ അല്ല ബീഫ് വരട്ടിന് കൊണ്ടുവന്നിട്ടുള്ള ബീഫാണിത്. അതിന് കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചതാണത്. അത് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇങ്ങോട്ട് ഇടുക. പിന്നെ ഇതിലേക്ക് ആവശ്യം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവ് വല്ലാതെ കയറണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് മാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. കുക്കർ അടച്ച് വെക്കുക. ഞാനിവിടെ ഒരു 3 വിസിലും ഒരു 10 മിനിറ്റ് സിമ്മിലും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ കുക്കറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ എത്ര വിസിലടിച്ചാലും എത്ര മിനിറ്റ് സിമ്മിലിട്ടാലും നല്ലോണം വേകണം, അത്രേ ഉള്ളൂ. ഇനി വിസിലൊക്കെ അടിച്ച് നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ആവിയൊക്കെ പോയി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇത് നല്ലോണം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്ത് തിന്നെ നോക്കിക്കണ്, നല്ലോണം വെന്തിക്കണ്. ഇനി ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യണത്. മിക്സിയിലിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെ ചോപ്പറിലാണ് ഇടണത്. നല്ലോണം വേകണം കേട്ടോ, എന്നാലുള്ളൂ ചോപ്പറിലിട്ട് വലിക്കുമ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് കിട്ടുക. ഈ ഒരു ബീഫ് പോളന്റെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞാൽ ബീഫ് കൊണ്ടുവരുമ്പോൾ ബീഫ് നമ്മൾ എടുത്തും വെക്കും, ബീഫ് പോള ഉണ്ടാക്കും ചെയ്യും. അത്രക്ക് ടേസ്റ്റ് ആട്ടോ. ഈ ബീഫ് നല്ലോണം വെന്തത് കൊണ്ട് തന്നെ അധികം ഒന്നും വലിക്കേണ്ട ആവശ്യമില്ല. ഇതാക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചോപ്പ് ചെയ്ത് പറ്റ പേസ്റ്റ് ആക്കല്, ഈ ഒരു പരുവത്തിൽ മതി. ഒന്നും ഇങ്ങോട്ട് കടിക്കാൻ കിട്ടണം. ഇതുപോലെ ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടെ ഒരു 3 വലിയുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തത്, പിന്നെ അതിലേക്ക് ആവശ്യം ഒരു തക്കാളി, ചെറിയ തക്കാളിയാണേ, കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല, 1 ടീസ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തുള്ളൂ. അതും കാശ്മീരി ചില്ലി, സാധാ എരിവുള്ള ചില്ലിയും പാടെ കൂട്ടി പൊടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് എരിവ് കയറില്ല. ഈ നല്ല എരിവുള്ള ബീഫ് പോളൊന്നും ആരും തിന്നിട്ടുണ്ടാവില്ല. അതല്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ പാകത്തെ എരിവും ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ആ മുന്നിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ്. അല്ലാതെ എരിവ് വലിച്ചിട്ടും നമ്മൾ ബീഫ് പോള തിന്നൂല. അപ്പോൾ അധികം എരിവ് കയറണ്ട. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം വഴണ്ടോട്ടെ. വഴണ്ട് അടച്ച് വെച്ച് തുറന്ന് വഴണ്ട് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഇതുപോലെ കറിവേപ്പും മല്ലിച്ചപ്പും ഇതുപോലെ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ബീഫ് പോളയിൽ ഇന്നപോലെ ബീഫ് ഇടാൻ മറക്കല്ലി. ഞാൻ ആ മല്ലിച്ചപ്പ് ഇട്ട ശേഷം തന്നെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ടാണ് ബീഫ് ഇട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിക്കണത് ഞാൻ. ബീഫും കൂടെ ഇട്ടിട്ട് നല്ലോണം വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചോളിട്ടോ. വേറെ ചെറിയൊരു പണിയുണ്ട്. ഇനി കുറേ പണിയുണ്ടോയെന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ. സിമ്പിളാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാർക്ക് ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചെടുക്കുക. ഒന്ന് പൊട്ടിച്ചേട്ടോ ഒരു മിനിറ്റ്. ശേഷം ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. അതും കൂടി ഒഴിക്കുക. പിന്നെ ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി മാത്രം അതും കൂടെ ചേർത്തെടുത്താൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ. പിന്നെ ഒരാവശ്യത്തിന് ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തോളി. പിന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള കൂട്ടൊഴിക്കുക. കൂടെ നമ്മൾ ഉള്ളിൻ്റെയും ബീഫിൻ്റെ ഒക്കെ മിക്സില്ലേ അതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പണിയില്ല. ഇനി ഈ ഒരു പോള ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാനിൻ്റെ ചോട്ടിൽ ഇതുപോലൊരു പഴയ മൂടി എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ പഴയ ഒരു മൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി അതേ പാൻ തന്നെയാണ്. പിന്നെ കഴുകാനായിട്ടൊന്നും ആവശ്യമില്ല. അതുപോലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ശേഷം നമ്മളെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് മുകൾ ഭാഗം നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വടിച്ചിങ്ങോട്ട് ഇട്ടെടുത്തോളിട്ട് ഒന്നും വേസ്റ്റ് ആക്കണ്ട. ഇതുപോലെ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പണി ഇവിടെ സെറ്റായി. ഇനി ഇതിൻ്റെ അടുത്തേക്ക് ഒരു 20 മിനിറ്റിന് വരെ വേണ്ട, സിമ്മിലിട്ടാൽ മതി. അടച്ചു വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം തുറന്നപ്പോഴുള്ള അവസ്ഥയാണിത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ വിട്ടുപോരുന്നത്. ഇത് മറിച്ചിടാൻ ഞാനിവിടെ ഒരു മുടി ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ പോള ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊരു 15 മിനിറ്റിന് ഇതിൻ്റെ അടുത്തേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ.
ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് ഓഫാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെ ബീഫ് പോള ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് കാണാനുള്ളൊരു കാഴ്ചക്ക് ഇത് പൊട്ടാതെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണ വൃത്തി. ഇനി അഥവാ ഒന്ന് പൊട്ടിയാലും കഴിക്കാൻ ടേസ്റ്റിന് ഒരു കുറവുമില്ല. പിന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിക്ക് നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ കിഡിക്കാച്ചി ബീഫ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. ഹായ്, നല്ല മണവും കാര്യമൊക്കെ മൂക്കൊക്കെ അടിച്ച് കയറുകയാണെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യ. അപ്പോൾ ഇതുപോലത്തെ കിഡിക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.